അപ്പോൾ ഇത്തവണയും ഏതായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ NDAയും മഹാസഖ്യവും തമ്മിൽ തന്നെയാണ് മത്സരം. അതും ഇഞ്ചോടിഞ്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. 81 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. 57 സീറ്റുകളിൽ ഇപ്പോൾ മഹാസഖ്യം, അതായത് കോൺഗ്രസും RJDയും ചേർന്ന, ഇടതു പാർട്ടികളും ചേർന്ന മഹാസഖ്യം 59. ഈ സമയത്ത് ലീഡ് നില ഉയർത്തുന്നത് മഹാസഖ്യമാണ്. 82-59 ഇഞ്ചോടിഞ്ച് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയുന്ന തരത്തിലുള്ള പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടായിരിക്കുന്നത്. 82-59 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 82-59 കണക്ക്. ഈ പറഞ്ഞതുപോലെ അതേഴ്സിന്റെ ഓട്ടം കുറച്ച് ഏതാണ്ടൊന്ന് കിതച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ് EVM-ലോട്ട് കയറുമ്പോൾ അതങ്ങോട്ട് ആ സംഖ്യ അങ്ങോട്ട് കയറുന്നില്ല. അപ്പോഴും 82 കറുത്ത കുതിരയാകുമെന്ന് പറഞ്ഞ പ്രശാന്ത് കിഷോർ ഇവിടെ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. കറുത്ത കുതിരയൊക്കെ പോട്ടെ, കറുത്ത കുതിര പോട്ടെ, ഇപ്പൊ അടിച്ചു കയറി വരികയാണ്. മഹാസഖ്യം അടിച്ചു കയറി വരികയാണ്. 59 സീറ്റുകളിലേക്ക് ലീഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് തുടങ്ങിയത്? അതായത് 60 സീറ്റ് എന്ന് പറയുന്ന പോലെയാണ്. 59 എന്ന് പറയുമ്പോൾ നമുക്കൊരു വില തോന്നില്ല. പക്ഷെ 60 എന്ന് പറയുമ്പോൾ 80-നോട് 20 അടുത്തല്ലേ എന്ന് നമുക്ക് തോന്നും. അതാണ് കണക്കിലെ കളിയാണ്. അധികം സമയം വേണമെന്നാണോ? അപ്പത്തേന് 80 വന്നോ എന്നറിയണം. EVM വന്നോ ലിജോ? EVM വന്നു. EVM-ന്റെ ഫലങ്ങൾ കൂടി ഇപ്പോൾ വന്നു തുടങ്ങിയതിനകത്ത് EVM-ന്റെ ഫലങ്ങൾ കൂടി ഉണ്ട്. കാരണം 86 NDA ഇപ്പോൾ 86 സീറ്റുകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. മഹാസഖ്യം 59 നിൽക്കുമ്പോൾ 86ലേക്ക് 56, അതായത് സ്വാഭാവികമായും 59-86 60ലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. 60ലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 86-59 എന്ന നിലയിലേക്ക് ഇപ്പോൾ ലീഡ് നില വരുന്നത്. 86-59 എന്ന നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. അതായത് 60 സീറ്റുകളിലേക്ക് അവരുടെ ലീഡ് ഉയർത്തുന്നു എന്നുള്ളതാണ്. 60 സീറ്റുകളിലേക്ക്. അതായത് ഇത് നേരത്തെ പോത്തൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫൈറ്റിലേക്ക്, ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ വോട്ടെണ്ണൽ ആദ്യത്തെ നമ്മുടെ കോളം NDA ആ ചുവന്ന നിറമുള്ള, ഓറഞ്ച് നിറമുള്ള ആ കളത്തിൽ കളങ്ങൾ മാറുന്നു. 86ലേക്ക് എത്തിയിരിക്കും. അത് ശ്രദ്ധിക്കുന്നില്ല. 25 സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അത് 25 സീറ്റുകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, മഹാസഖ്യത്തിന് ലീഡ് ഉയർത്താൻ കഴിയുന്ന മേഖലകളിൽ, സീമാഞ്ചൽ മേഖലയിൽ അടക്കം ഇപ്പോഴും വളരെ കുറഞ്ഞ സീറ്റുകളിലെ ഫലങ്ങളാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മേഖല. അതുകൊണ്ട് 86-60 എന്നുള്ളത് മാറി മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. 86-61 അതേഴ്സ് 5ലേക്ക് ചുരുക്കിയിട്ടുള്ള അതേഴ്സ് 5-ൽ 3 JSP ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ JSP പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും മഹാസഖ്യത്തിന് മാത്രമാണ് തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകുക. 86-61 ആ ലീഡ് നില ആണ് മുന്നോട്ട് പോകുന്നത്. അത് നിലനിർത്താൻ കഴിയുമോ, അതിനെ അട്ടിമറിക്കാൻ മഹാസഖ്യത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ ഗാന്ധിയും തേജസ്വിനിയും ഒത്തുചേർന്ന് ഇറങ്ങിയപ്പോൾ അത് ഏതൊക്കെ ക്യാമ്പുകളിൽ അത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നതാണ്. 86-61 ലിജോ നിലനിർത്താൻ കഴിയുമോ ഇതിങ്ങനെ? ഇത് ഇപ്പൊ സേതു പറഞ്ഞ ഒരു കാര്യത്തിൽ, സേതു, ഇതിൽ ഈ 86 സീറ്റുകൾ NDAക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ ആശ്ചര്യപ്പെടാത്തതിന് കാരണം ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. കാരണം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും 10-ൽ 9 എക്സിറ്റ് പോൾ ഫലങ്ങളും ഇത്തവണ NDA അധികാരത്തിൽ വരുമെന്ന് പറയുന്നിടത്താണ് ഏതാണ്ട് 61 സീറ്റുകൾ, അതായത് 100 സീറ്റിൽ താഴെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മഹാസഖ്യത്തിന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവർ ഇപ്പോൾ തന്നെ 61 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. നമ്മൾ ഈ സ്പ്ലിറ്റ് പരിശോധിക്കുന്ന സമയത്ത് RJD അവരുടെ കോട്ടകളൊക്കെ നിലനിർത്തുന്ന കാണുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഇക്കാര്യത്തിൽ കോൺഗ്രസ് വളരെ ചുരുങ്ങിയ 92-62 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു.